Hello friends, welcome back to our channel Mums Daily. ഇന്നത്തെ റെസിപ്പി ഒരു ഉഗ്രൻ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള എഗ് മഞ്ചൂരിയൻ ആണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ റെസ്റ്റോറൻറ്റിൽ നമ്മൾ കഴിക്കുന്ന അതേ രുചിയിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഞാനെപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, അയ്യോ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഒത്തിരി സോഫ്റ്റായി വരുന്നില്ലല്ലോ എന്ന്. അപ്പം അങ്ങനെ സോഫ്റ്റായി വരുന്ന റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ അന്ന് നമ്മൾ ഇതിനകത്ത് പ്രിസർവേറ്റീവ്സോ കെമിക്കൽസോ ഒന്നും ആഡ് ചെയ്യാതെ നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് വരുന്ന എഗ് മഞ്ചൂരിയൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഒന്ന് കണ്ടു നോക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ മുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഞാനിന്ന് ഉണ്ടാക്കുന്ന എഗ് മഞ്ചൂരിയൻ 4 മുട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു പാത്രം എടുക്കുക, അങ്ങനെ ഗ്ലാസ് ബൗൾ വേണമെന്നൊന്നുമില്ല, ഒരു പാത്രം എടുക്കുക, അതിനകത്തോട്ട് ഞാൻ 4 മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊന്ന് പൊട്ടിച്ചെടുത്തിട്ട് വരാം. അപ്പം ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഒരു ഫോർക്കോ സ്പൂൺ വെച്ച് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലതുപോലെ തന്നെ നിങ്ങൾ അതൊന്ന് ബീറ്റ് ചെയ്യണം കേട്ടോ, കാരണം അത് കട്ട കുത്തിക്കെടുക്കാൻ പാടില്ല. അന്നേരം അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കത് മഞ്ചൂരിയനകത്ത് വരത്തില്ല. അപ്പോൾ അതാ ഞാൻ നല്ലതുപോലെ അടിച്ചിട്ടുണ്ട്, മുട്ട അടിച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ആവശ്യത്തിനുള്ള കുരുമുളകും, ഞാനിവിടെ എല്ലാം 1/2 ടീസ്പൂൺ വെച്ചിട്ടാണ് എടുത്തത്. നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ മുട്ടയെല്ലാം നല്ലതുപോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്, അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ് ബൗളാണ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് പാത്രം വേണമെങ്കിലും നിങ്ങൾ എടുക്കാം. ഞാൻ ഇതിനകത്ത് ഇച്ചിരി എണ്ണ തൂത്ത് കൊടുക്കുകയാണ്, സൺഫ്ലവർ ഓയിലാണ് തൂത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ടയുടെ മിക്സ് ഒഴിച്ച് നമ്മളിതൊന്ന് ആവി കയറ്റിയെടുക്കാൻ പോവാണ്, പുഴുങ്ങിയെടുക്കാൻ പോവാണ്, അല്ലെങ്കിൽ ആവി കയറ്റിയെടുക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പാത്രം എടുക്കാൻ സൗകര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഇഡ്ഡലി തട്ട് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ, നമുക്കതേ നമ്മൾ ഇഡ്ഡലി കോരി ഒഴിക്കുന്ന പോലെ ഓരോ വട്ടത്തിനകത്ത് കോരി ഒഴിച്ച് നമുക്കിതൊന്ന് ആവി കയറ്റിയെടുത്താലും മതി കേട്ടോ. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, ഇതൊന്ന് ആവി കയറ്റിടന്നേ ഉള്ളൂ. അപ്പോൾ അതാ ഞാൻ ഇതിനകത്തോട്ട് നമ്മുടെ ബാറ്റർ ഒഴിച്ചിട്ട് നമ്മുടെ എഗ്ഗിൻ്റെ മിക്സ്ചർ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് നമ്മുടെ ഇഡ്ഡലി തട്ടിൻ്റെ ഒരു പാത്രത്തിൽ, അല്ലെങ്കിൽ ഇഡ്ഡലിയുടെ നമ്മൾ സ്റ്റീമറിനകത്ത് ഞാനിതൊന്ന് ഇറക്കി വെക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ഞാൻ എണ്ണ തൂത്തത് എന്തിനാണെന്ന് പറയാൻ വിട്ടുപോയി. അത് എണ്ണ തൂത്തത് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഇഡ്ഡലി തട്ടിലാണെങ്കിൽ അങ്ങനെയാണെങ്കിലും അതിനകത്ത് ആ ഒരു വട്ടത്തിനകത്ത് ഓരോ വട്ടത്തിനകത്ത് നിങ്ങൾ എണ്ണ തൂത്ത് കൊടുക്കണം കേട്ടോ, എന്നാലേ പെട്ടെന്ന് വിട്ട് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ മുട്ട ആയതുകൊണ്ട് ചിലപ്പോൾ അതൊന്ന് ഒട്ടിപ്പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. അപ്പോൾ അതാ ഞാനിവിടെ ഒരു 15 മിനിറ്റോളം ഞാനിതൊന്ന് ആവി കയറ്റി എടുക്കാൻ പോവാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഫോയിൽ പേപ്പർ മേലെ വെക്കുന്നുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല, കാരണം വെള്ളം ഒത്തിരി അതിനകത്തോട്ട് ആവി വരുമ്പം വെള്ളം വരുമല്ലോ, അപ്പോൾ അത് ഇതിനകത്ത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അതാ ഞാനൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് എടുത്ത് കാണിച്ചു തരാം. ഇതാ ഇപ്പോൾ ഇവിടെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എഗ്ഗ് നല്ലതുപോലെ സ്റ്റീമായി വന്നിട്ടുണ്ട്, കണ്ടോ? ഇതുപോലെ അങ്ങ് വീർത്ത് വരും, ഇച്ചിരി അങ്ങ് പൊന്തി വരും. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, എന്നിട്ട് ഇതെടുത്തൊന്ന് മാറ്റാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു നൈഫ് വെച്ചിട്ടോ ചെറുതായിട്ട് ഒന്ന് നടുക്കി കുത്തി നോക്കാം കേട്ടോ. അപ്പോൾ അത് ഒന്നും പിടിക്കാതെ കത്തി നല്ല സ്മൂത്തായിട്ടാണ് പുറത്ത് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ആയിന്നാണ് അർത്ഥം, അല്ലെങ്കിൽ കുറച്ച് നേരം കൂടെ ഒന്ന് വേവിക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇതൊന്ന് എടുക്കുകയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് വിട്ട് കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, വളരെ എളുപ്പത്തിലാണ് നമുക്കിത് വിട്ട് കിട്ടുന്നത്. നമുക്കിതൊരു വേറൊരു പാത്രത്തിലോട്ട് ഇതൊന്ന് കമത്തി എടുക്കുകയോ, ഇനി ഇഡ്ഡലി തട്ടിലാണ് ഉണ്ടാക്കിയിരിക്കണമെങ്കിൽ നമ്മൾ സ്പൂൺ വെച്ച് അതൊക്കെ ഇഡ്ഡലി എടുക്കുന്ന പോലെ എടുത്ത് നമ്മൾ ഇനി ഇത് ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിക്കണം. ഇതാണ് നമ്മുടെ എഗ് മഞ്ചൂരിയൻ്റെ ബേസ് എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ മെയിൻ ആള്. അപ്പോൾ അതാ ഞാനിവിടെ ഒരു നൈഫ് വെച്ചിട്ട് ഞാൻ പതുക്കെ ചെറിയ ചെറിയ സ്ക്വയറുകളായിട്ട് മുറിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് വലിപ്പം കൂട്ടോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനൊരു മീഡിയം വലിപ്പത്തിലാണ് ഇത് മുറിക്കാൻ പോകുന്നത്. അപ്പോൾ അതാ നമ്മുടെ എഗ് മഞ്ചൂരിയനിൽ എഗ്ഗ് റെഡിയാണ്. വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. നമ്മൾ പുഴുങ്ങിയെടുത്തോണ്ടാണ് കേട്ടോ അങ്ങനെ സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന് മുക്കി ഇടാനായിട്ടൊരു ബാറ്റർ, അല്ലെങ്കിൽ നമ്മളിതൊന്ന് പൊരിക്കാൻ പോവാണ്, അതിനായിട്ടൊരു ബാറ്റർ റെഡിയാക്കണം. അതിനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാനൊരു 1/2 കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ആണ് ചേർക്കുന്നത്. നമ്മളിതിനകത്ത് അരിപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ, നമുക്കിത് ക്രിസ്പി ആവേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്യാണ്. അത് ഒത്തിരി കട്ടിയാവണ്ട, ഞാൻ കാണിച്ചു തരാം ആ ഒരു കൺസിസ്റ്റൻസി എങ്ങനെയാണ്. ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ.
അപ്പോൾ അതാ ഞാൻ ആവശ്യത്തിന് ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുത്തിരിക്കുന്നത്. ഒത്തിരി കട്ടിയോ അല്ല, എന്നാൽ ഒത്തിരി വാട്ടറിയോ അല്ല, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കാം കേട്ടോ. ഇനി ഞാനൊരു പാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്, അടുപ്പത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ഇങ്ങനത്തെ ചൈനീസ് ഐറ്റംസിനൊക്കെ നമ്മൾ സൺഫ്ലവർ ഓയിൽ തന്നെ യൂസ് ചെയ്യണം. ഇനി നമ്മൾ സ്ക്വയറായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ട നമ്മൾ ഈ ഒരു ബാറ്ററിൽ മുക്കി ഇതൊന്ന് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒത്തിരി അങ്ങ് ഫ്രൈ ചെയ്തെടുക്കണ്ട, കാരണം ഓൾറെഡി മുട്ട വെന്തതാണ്. പക്ഷെ അതിൻ്റെ പുറമെയുള്ള കോട്ടിങ് ഒന്ന് വേവാനുള്ള ഒരു ഫ്രൈ മാത്രം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊന്ന് ആക്കി എടുത്തിട്ട് വരാം ഞാൻ. ഞാൻ ഈ ഒരു സ്റ്റേജിൽ ഇതങ്ങ് എടുക്കുവാണ് കേട്ടോ. ഞാൻ ഒത്തിരി അങ്ങ് മൊരിച്ചിട്ടില്ല. നമ്മുടെ ആ ഒരു കോട്ടിങ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്ന ആ ഒരു സമയം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഞാനിനി ഇത് കോരിയെടുക്കുകയാണ്. അപ്പം ഞാൻ ബാക്കിയുള്ള ബാച്ചെല്ലാം ഇട്ടിട്ട് ഉടനെ വരാം. ഞാൻ എല്ലാം വറുത്ത് കോരി കഴിഞ്ഞു. ഇനി അതേ പാത്രത്തിൽ അതേ വറുത്ത എണ്ണയിൽ തന്നെയാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യാൻ പോകുന്നത്. അതിനാണ് സ്വാദ് കൂടുതലും. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂണോളം ചെറുതായി അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളിയാണ് ഞാൻ ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അത് ചെറുതായി തന്നെ അരിയണം കേട്ടോ. പിന്നെ ഞാൻ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂണോളം ചെറുതായി അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റാം. പക്ഷെ ഇത് ഒത്തിരി അങ്ങ് കരിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറിയാൽ മതിയാവും കേട്ടോ. ഇനി ഇതിനകത്തോട്ട് ഞാൻ 2 സവോള ഞാൻ അരിഞ്ഞതാണ് ചേർക്കുന്നത്. 2 വലിയ സവോളയാണ്. നിങ്ങൾക്ക് ഒത്തിരി സവോളയൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ വളരെ കുറച്ച് സവോള ചേർത്താൽ മതി. ഞാൻ 2 എണ്ണമാണ് ചേർത്തിരിക്കുന്നത്. ഞാൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞാണ് ചേർത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇപ്പം നമ്മൾ ചില്ലി ഗോപിയൊക്കെ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ചില്ലി ചിക്കനൊക്കെ കഴിക്കുമ്പോൾ വലിയതായിട്ട് സ്ക്വയറായിട്ടൊക്കെ അരിഞ്ഞ് ചേർക്കുന്ന കാണാം. ഇനിയിപ്പോൾ അങ്ങനെയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ അരിയാം. ഞാനൊരു ചെറിയ ഇതായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. ഇനി ഞാനൊരു 2-3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ എരിവിന് നിങ്ങൾക്ക് ചേർക്കാം. അപ്പോൾ ഞാൻ നല്ലതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഞാനതൊന്ന് മിക്സ് ചെയ്യാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഒത്തിരി അങ്ങ് വഴഞ്ഞു പോകരുത്. ഒത്തിരി അങ്ങ് കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ ഒട്ടും രുചി കാണത്തില്ല. ചെറുതായി അതിൻ്റെ സവോളയും അതുപോലെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ക്യാപ്സിക്കൊക്കെ ആഡ് ചെയ്യും, അതൊക്കെ കടിക്കാൻ കിട്ടണം. എന്നാലാണ് ആ എഗ് മഞ്ചൂരിയന് ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടുന്നത്. ആ വെജിറ്റബിൾസിൻ്റെ കൂടെ ടേസ്റ്റാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് ആവശ്യത്തിന് ഒന്ന് വഴറ്റിയിട്ടുണ്ട്. ഒത്തിരി അങ്ങ് കുഴഞ്ഞു പോയിട്ടുമില്ല. ഇനി ഒരു സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള ക്യാപ്സിക്കം ഇടാം, കളേഴ്സ് ഇടാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന കളറ് 3 കളറാണ്. ഞാനിവിടെ പച്ച എടുത്തിട്ടുണ്ട്, മഞ്ഞ എടുത്തിട്ടുണ്ട്, അതുപോലെ ചുവപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ എടുക്കാം. ഇനി അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഉള്ളത് വെച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വരാം. അപ്പോൾ ഞാനിവിടെ 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ. നമ്മൾ ഈ ചൈനീസ് ഐറ്റമൊക്കെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിതൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഒരു 2-3 മിനിറ്റ് ഞാൻ നല്ലതുപോലെ വഴറ്റി ഇതായിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഇച്ചിരി സോസുകൾ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം ചേർക്കുന്നത് ടൊമാറ്റോ സോസാണ്. ടൊമാറ്റോ സോസ് ഞാനൊരു 3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്വീറ്റ് ചില്ലി സോസ് എന്ന് പറഞ്ഞിട്ട് അതും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ടൊമാറ്റോ സോസ് മാത്രം മതിയാവും. പിന്നെ ഞാൻ ചേർക്കാൻ പോകുന്നത് സോയ സോസാണ്. അതൊരു 1 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഉപ്പ് നമ്മൾ അതുകൊണ്ട് സൂക്ഷിച്ച് ചേർക്കണം. സോയ സോസിൽ ഓൾറെഡി ഉപ്പ് ഉള്ളതുകൊണ്ട് നമ്മൾ ഒത്തിരി മുന്നേ തന്നെ ഉപ്പ് ഇട്ടേക്കരുത് കേട്ടോ. നമ്മളപ്പോൾ അതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മളിതിനകത്ത് ഉപ്പ് ആദ്യമേ തന്നെ ചേർക്കാനായിട്ട്. അപ്പോൾ ഞാൻ എല്ലാ സോസസും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ വീട്ടിൽ ഗ്രീൻ ചില്ലി സോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചേർക്കാൻ കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു തിക്ക് ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ബൗളിനകത്തോട്ട് ഞാൻ 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ആണ് ചേർത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം, ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറിന് 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒരു പാൽ പരുവത്തിന് ഇതൊന്ന് കലക്കിയെടുക്കാം. എന്നിട്ട് അത് നമ്മുടെ ഈ മിക്സിനകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ എന്നിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സ് റെഡിയാണ്. അപ്പോൾ ഈ ഒരു കോൺഫ്ലവർ മിക്സ് നമ്മുടെ സവോളയുടെ ആ കൂട്ടിനകത്ത് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുകയാണ്. നിങ്ങൾ അടുത്ത് തന്നെ ഉണ്ടാവണം, മാറിപ്പോകരുത്. കാരണം പെട്ടെന്ന് തന്നെ ഈ കോൺഫ്ലവർ തിക്കാവും, അടി പിടിക്കാൻ തുടങ്ങും. അപ്പോൾ ഞാനത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമുക്കിതിനകത്ത് ചൂടുവെള്ളം ചേർക്കണം. ചൂടുവെള്ളം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് ചൂടുവെള്ളം ചേർക്കാം കേട്ടോ. ഞാനിപ്പം ഈ ഒരു നേരത്ത് ചൂടുവെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടുവെള്ളം റെഡിയാണ്. അപ്പോൾ ഞാൻ ചൂടുവെള്ളം ഒഴിക്കുകയാണ്. ആവശ്യത്തിനുള്ളത് ഒഴിക്കുക.
ഞാനിവിടെ ഇത്രയും വെള്ളേ ചേർക്കുന്നുള്ളൂ, ഒരു 1/4 കപ്പോളം വെള്ളേ ചേർക്കുന്നുള്ളൂ. കാരണം ഞാൻ ഒത്തിരി ഗ്രേവി ആയിട്ടല്ല എടുക്കുന്നത്, ഒരു സെമി ഗ്രേവി ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇനി അതുപോലെ നിങ്ങൾക്ക് എരിവൊക്കെ ഒത്തിരി കഴിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ഇച്ചിരി പെപ്പർ പൗഡറൊക്കെ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. അതിനൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഓൾറെഡി മുട്ടയ്ക്കകത്ത് പെപ്പർ പൗഡർ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്തൊക്കെ ഈ ഒരു പെപ്പർ പൗഡർ ആഡ് ചെയ്യാം. അപ്പോൾ അതാ ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ഇച്ചിരി ഉപ്പും കൂടെ ചേർക്കുകയാണ്. ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഉപ്പ് ഇച്ചിരി കുറവാണ്, അപ്പോൾ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ രുചിക്കനുസരിച്ച് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇതാ ഈ ഒരു സമയത്ത് നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ട ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഈ ഒരു സമയത്ത് ഫ്ലെയിം ഒന്ന് ലോയിലാക്കാം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്, ഒരു സെമി ഗ്രേവിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഞാൻ സ്പ്രിംഗ് ഒണിയനാണ്, നിങ്ങൾക്ക് സ്പ്രിംഗ് ഒണിയനോ സെലറിയോ ഒക്കെ നിങ്ങൾക്ക് ഇടാം. ഞാനിവിടെ ഇപ്പോൾ ഇച്ചിരി സ്പ്രിംഗ് ഒണിയൻ ചെറുതായി അരിഞ്ഞതാണ് ഇതിൻ്റെ മേലെ ഇടുന്നത്, ഒരു ചൈനീസ് ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ എഗ് മഞ്ചൂരിയൻ, നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള എഗ് മഞ്ചൂരിയൻ റെഡിയാണ്. ഭയങ്കര സ്വാദാണ് ഇത് കഴിക്കാനായിട്ട്. ഇപ്പം ഞാനിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് കാണിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ഒത്തിരി വലിയ സംഭവമാണെന്ന് തോന്നുന്നത്. അല്ലാട്ടോ, അത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഞാനിതൊന്ന് എടുത്ത് കാണിച്ചു തരാം. ഇതാണ്ടോ, ഞാൻ അത്രയും സോഫ്റ്റാണിത്. നമ്മളത് പുഴുങ്ങിയെടുത്തത് കൊണ്ടും നമ്മൾ വേറെ ഇതിനകത്തൊന്നും ചേർക്കാത്തത് കൊണ്ടും ഒക്കെ വളരെ സോഫ്റ്റാണ്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ മുട്ട നമ്മളൊന്ന് അടിച്ച സമയത്ത് ഇച്ചിരി ഒരു 1/2 ടീസ്പൂണോളം അല്ലെങ്കിൽ 1 ടീസ്പൂണോളം പാലും കൂടെ ചേർത്ത് ഒന്നും കൂടെ സോഫ്റ്റായിട്ട് വരും. അപ്പം അല്ലാതെ തന്നെ സോഫ്റ്റാണ്, ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനൊരു ടിപ്പായി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ എഗ് മഞ്ചൂരിയൻ, റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള എഗ് മഞ്ചൂരിയൻ, അജിനോമോട്ടോ അങ്ങനത്തെ യാതൊരു കെമിക്കൽസും ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല, അല്ലെങ്കിൽ യാതൊരു പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്തിട്ടില്ല. അങ്ങനെ ഇല്ലാത്ത നല്ല അടിപൊളിയായിട്ടുള്ള എഗ് മഞ്ചൂരിയൻ റെഡിയാണ്. ചപ്പാത്തിക്കും ചോറിൻ്റെ കൂടെയൊക്കെ അല്ല ബിരിയാണിയുടെ സൈഡൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് കാണാൻ പറ്റും. ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.